ഇന്ന് നോർത്ത് ഇന്ത്യൻ ഡിഷായ ഫിഷ് മക്കിനി ഉണ്ടാക്കാം. ഇതിന് ഫിഷ് മക്കിനി എന്ന് പേര് വരാൻ ഇതിൽ മക്കൻ വെണ്ണ ചേർത്തതുകൊണ്ടാണെന്നും ചിലർ പറയും. ഇതിന്റെ ഗ്രേവിയുടെ സ്ട്രക്ചർ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് മറ്റു ചിലരും പറയും. അതെന്തുമാകട്ടെ, നമുക്കിതുണ്ടാക്കാൻ തുടങ്ങാം. സാൽമൺ മീൻ കൊണ്ടാണ് ഞാനിന്ന് ഫിഷ് മക്കിനി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് വൃത്തിയാക്കിയെടുക്കാം. സാൽമന്റെ തൊലി കളയാൻ എളുപ്പമാണ്. ഇതുപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരും. സ്കിന്നെ പറ്റി പിടിച്ചിരിക്കുന്ന മാംസഭാഗം കത്തി വെച്ച് മുറിച്ചെടുക്കാം. മീനെല്ലാം കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. മീനിന്റെ ഉളുമ്പോണം മാറാൻ ഗോതമ്പ് പൊടിയും വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. മീനെല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവ് നമ്മുടെ ആവശ്യത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. ഇതിൽ കുറച്ച് മാത്രം എടുത്ത് കറി വെക്കുന്നുള്ളൂ, ബാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ 10-20 മിനിറ്റ് മസാല പിടിക്കാനായി മാറ്റി വെക്കാം. ബാക്കിയുള്ള മീൻ 2 സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ബട്ടർ ഇട്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് ചെറുതായിട്ട് എല്ലാ സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മീൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങാൻ തുടങ്ങും. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒരു മീനാണ് സാൽമൺ. ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മീനിലെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഈ മീനിലെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കറി വെച്ചും ബേക്ക് ചെയ്തൊക്കെ വേണം കഴിക്കാൻ. നമുക്കൊരു വെറൈറ്റി വേണ്ടേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. മീനിൻ്റെ എല്ലാ സൈഡും ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ് ചെറുതായി മുറിച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പം 2 സവോള ചെറുതായി അരിഞ്ഞതും ഇതിനാവശ്യമായ ഉപ്പൂടെ ചേർത്ത് ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായി വഴണ്ടു വന്നാൽ മതി, കളറൊന്നും മാറണ്ട. ഇനി ഇതിൽ 3 തക്കാളി ചെറുതായി അരിഞ്ഞതും ഒരു പിടി അണ്ടിപ്പരിപ്പൂടെ ചേർത്ത് തക്കാളി വെന്ത് വരുന്നവരെ തീ കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയും വെന്ത് അണ്ടിപ്പരിപ്പൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നരച്ചെടുക്കാം. ഇത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അടുത്തതായി പാൻ അടുപ്പത്ത് വെച്ച് ബട്ടർ ഇട്ട് ഈ ബട്ടറിലോട്ട് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ. പിന്നെ തീ കുറച്ച് വെച്ച് മുളക് നന്നായി മൂത്ത മണം വരുമ്പോൾ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി കൈ കൊണ്ടൊന്ന് ഞെരടി പൊടിച്ചെടുത്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഉള്ളിയും കൂടെ അരച്ച് വെച്ച ഗ്രേവിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഗരം മസാലപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മിക്സിയുടെ ജാറ് കഴുകിയതും പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ച് തീ കുറച്ച് വെച്ച് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞ് മീൻ ഇട്ടാൽ മതി. പിന്നെ ഈ ഒരു സാധനം ഒഴിവാക്കരുത്. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇതിലിട്ട് കൊടുക്കാം. പിന്നെ തീ കുറച്ച് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം കൂടെ ഒഴിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ബട്ടറിൽ 1/2 ടീസ്പൂൺ മുളകിട്ട് മൂപ്പിച്ച് ഇതിന് മുകളിലൂടെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ ഫിഷ് മക്കിനി റെഡിയായി.